നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു വേളയിൽ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ ഖത്തർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറാണ് ഇപ്പോൾ ഇറാൻ ഉദ്യോഗസ്ഥർ ഖത്തറിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ജോലി ചെയ്യുകയോ മറ്റോ ഉണ്ടെങ്കിൽ അവരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി അറ്റാഷെ, മിലിറ്ററി അറ്റാഷെ, ജീവനക്കാർ എന്നിവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇറാൻ എംബസി ജീവനക്കാരെ പേഴ്സൺ നോൺ ഗ്രാറ്റ ആയി പ്രഖ്യാപിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രോട്ടോകോൾ ഡയറക്ടർ HE ഇബ്രാഹിം യൂസിഫ് ഫക്രോയും സ്റ്റേറ്റിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അംബാസിഡർ അലി സലേഫാബാദിയും ബുധനാഴ്ച നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ ഒരു നടപടി. എംബസിയിലെ സൈനിക അറ്റാഷയും സുരക്ഷാ അറ്റാഷയും 2 അറ്റാഷെ ഓഫീസുകളിലെയും ജീവനക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും വിദേശകാര്യ മന്ത്രാലയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസിക്ക് അയച്ച ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമ തത്വങ്ങളുടെയും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന്റെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ ശത്രുതാപരമായ സമീപനം തുടരുന്നത് ഖത്തറിന്റെ പരമാധികാരം, സുരക്ഷ, ദേശീയ താൽപ്പര്യങ്ങൾ എന്നിവയെ ചോദ്യം ചെയ്യുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഖത്തറിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ലംഘിച്ചതിനും മറുപടിയായാണ് ഈ തീരുമാനമെടുത്തതെന്നും മന്ത്രാലയം വിശദീകരിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. മേഖലയിലെ സമാധാനം തകർക്കുന്ന രീതിയിൽ ആയുധവും അതുപോലെ തന്നെ ഫണ്ടും നൽകുന്നത് ഇറാൻ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന 12 ഗൾഫ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയാൽ അത് ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്നും ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും സൗദി അറേബ്യയും മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഉണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഖത്തർ എനർജി അറിയിച്ചു. ഗ്യാസ് ടു ലിക്വിഡ് GTL പ്ലാന്റിന് വൻ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് നേരെയുള്ള ഭീഷണി അവസാനിപ്പിക്കണമെന്നും ബാബ് അൽ മന്ദബ് അടച്ചുപൂട്ടാൻ ശ്രമിക്കരുതെന്നും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അതിനിടെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇറാനിലെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി 20,000 കോടിയിലധികം, അതായത് $200 ബില്യൺ ഫണ്ട് അനുവദിക്കാനാണ് വൈറ്റ് ഹൗസിനോട് ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ. കാരണം ഇപ്പോൾ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ഇപ്പോൾ 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി സംഭവിക്കുന്ന നഷ്ടങ്ങൾ അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് വീണ്ടും ബില്യൺ കണക്കിന് ഡോളറുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ തുകയ്ക്ക് അംഗീകാരം നൽകുന്നതിനെതിരെ US കോൺഗ്രസിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുയരുമെന്നാണ് സൂചന. കഴിഞ്ഞ 3 ആഴ്ചയായി അമേരിക്കൻ ഇസ്രായേൽ സേനകൾ ഇറാനിൽ നടത്തുന്ന വൻ വ്യോമാക്രമണങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കുമാണ് ഈ തുക പ്രധാനമായി ഉപയോഗിക്കുക. യുദ്ധത്തിൽ ഇതിനകം ഉപയോഗിച്ചു തീർന്ന നിർണായക ആയുധങ്ങളുടെ ഉൽപ്പാദനം അടിയന്തരമായി വർദ്ധിപ്പിക്കുന്നതിനാണ് പെന്റഗൺ ഇത്രയും വലിയ തുക ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. US കോൺഗ്രസിൽ ഈ ഫണ്ട് പാസാക്കിയെടുക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകും. അമേരിക്കൻ ജനതയ്ക്കിടയിൽ യുദ്ധത്തിന് കാര്യമായ പിന്തുണ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡെമോക്രാറ്റുകൾ ഈ സൈനിക നീക്കത്തെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ അനുകൂല നിലപാടാണെങ്കിലും സെനറ്റിൽ ബില്ല് പാസ്സാകാൻ ആവശ്യമായ 60 വോട്ടുകൾ എന്ന കടമ്പ എങ്ങനെ മറികടക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങളിൽ അമേരിക്ക ഇടപെടുന്നതിനെ ശക്തമായി എതിർത്തും യുക്രൈൻ യുദ്ധത്തിന് ബൈഡൻ ഭരണകൂടം നൽകിയ വലിയ സാമ്പത്തിക സഹായത്തെ വിമർശിച്ചുമാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്.
യുദ്ധത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ അമേരിക്കയ്ക്ക് 1100 കോടി ഡോളറിലധികം ചിലവായിരുന്നു. US പ്രതിരോധ മേഖലയിലെ ആയുധക്ഷാമം പരിഹരിക്കാനും ആയുധ നിർമ്മാണ വ്യവസായത്തെ ഉത്തേജിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഡെപ്യൂട്ടി ഡിഫൻസ് സെക്രട്ടറി സ്റ്റീവൻ ഫെയിൻബെർഗിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഫണ്ട് പാക്കേജുകൾ തയ്യാറാക്കിയത്. ഇറാൻ യുദ്ധത്തിന് മുൻപ് തന്നെ അമേരിക്കയുടെ പ്രതിരോധ ബജറ്റ് 1.5 ട്രില്യൺ ഡോളറായി, അതായത് മുൻ വർഷത്തേക്കാൾ 50% ഉയർന്ന വർധനവ് ഉയർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പുതിയതായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ തുക പ്രസ്തുത ബജറ്റിന്റെ ഭാഗമാകുമോ എന്ന് വ്യക്തമല്ല. പുതിയ പാക്കേജിൽ ഇന്റലിജൻസ് വിഭാഗത്തിനായുള്ള ഫണ്ടും ഉൾപ്പെടുത്തണമെന്ന് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാൻ ടോം കോട്ടൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെന്റഗൺ ഫണ്ട് ആവശ്യപ്പെടുന്നതിലൂടെ യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസിൽ കൂടുതൽ ശക്തമാകുമെന്നും വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ മുതിർന്ന ഉപദേഷ്ടാവ് മാർക്ക് കാൻസിയൻ ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിന് എത്രത്തോളം ജനസമ്മതി ഉണ്ടെന്നറിയാനുള്ള ഒരു പരീക്ഷണമായിരിക്കും കോൺഗ്രസിലെ ഈ ഫണ്ട് വോട്ടെടുപ്പ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. പെന്റഗൺ പുതിയതായി ആവശ്യപ്പെട്ട ഫണ്ടിനോട് പ്രതിരോധ മന്ത്രാലയമോ വൈറ്റ് ഹൗസോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പണം വാരിയെറിഞ്ഞതുകൊണ്ട് മാത്രം ആയുധ നിർമ്മാണം പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ലെന്നും മതിയായ തൊഴിലാളികളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ലഭ്യതയെ ആശ്രയിച്ചായിരിക്കും പ്രതിരോധ വ്യവസായത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നും പെന്റഗൺ ആക്ടിംഗ് കൺട്രോൾ എലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുവെന്നും അത് തടയുന്നതിനായാണ് ആക്രമിച്ചതെന്നുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങൾ സമ്പൂർണ്ണമായും തള്ളി US ഇന്റലിജൻസ് വിഭാഗം. നാഷണൽ ഇന്റലിജൻസ് വിഭാഗം മേധാവിയും ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത അനുകൂലിയുമായ തുൾസി ഗബാർഡിൻ്റെതാണ് വെളിപ്പെടുത്തൽ. ട്രംപിന്റെ വാക്കുകൾക്ക് തീർത്തും വിരുദ്ധമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലെന്ന് വ്യക്തമാക്കുന്നതാണ് തുൾസിയുടെ വെളിപ്പെടുത്തൽ. യുദ്ധം 3 ആഴ്ച പിന്നിടുമ്പോഴും ഇറാന്റെ നേതൃത്വത്തിന് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ലെന്നും അവർ സെനറ്റിലേക്കായി തയ്യാറാക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ട്രംപ് എന്തിനാണ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന ചോദ്യമാണ് അമേരിക്കയിൽ ഉൾപ്പെടെ ഉയരുന്നത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന്റെ ഫലമായി ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഉന്മൂലനാശത്തോട് അടുത്തിരുന്നു. ജൂണിലെ ആ ആഘാതത്തിന് ശേഷം ഇറാൻ ആവട്ടെ അവരുടെ സമ്പുഷ്ടീകരണ പദ്ധതി പുനഃസ്ഥാപിക്കാൻ ഒരു നടപടികളും എടുത്തതുമില്ല എന്നാണ് തുൾസി വ്യക്തമാക്കുന്നത്. US കോൺഗ്രസിന് മുൻപാകെ അവതരിപ്പിക്കുന്ന പ്രസ്താവന പക്ഷേ ക്യാമറകൾക്ക് മുന്നിൽ തുൾസി ആവർത്തിക്കാൻ തയ്യാറായില്ല എന്നാണ്. ഇറാൻ വൻ ഭീഷണി ഉയർത്തുന്നുവെന്നും ഉടൻ ആക്രമിക്കുമെന്നുള്ള സാഹചര്യത്തിൽ അത് തടയുന്നതിനായാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചതെന്നാണ് ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത്. 2025 ജൂണിലെ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തു എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാലും ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്ന് ആഴ്ചകൾ മാത്രം അകലെയാണ് ഇറാൻ എന്നും ട്രംപ് ആരോപിച്ചിരുന്നു. എന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ ഇറാൻ ഒരുങ്ങുന്നുവെന്ന ട്രംപിന്റെ വാദത്തെ ആരും പിന്തുണച്ചിരുന്നില്ല. ആണവ കരാറിൽ എത്തിച്ചേരുന്നത് ഗുണം ചെയ്യുമെന്നും ട്രംപിനെ UN ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തു. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഒരു ഉദ്ദേശവുമില്ലെന്നാണ് അവർ പറയുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് അവിശ്വസിക്കേണ്ടതില്ല എന്നായിരുന്നു CIA ഡയറക്ടറായ ജോൺ റാറ്റ്ക്ലിഫ് സെനറ്റർമാരെ അറിയിച്ചതും.